ഹലോ വെൽക്കം ടു ലിമിറ്റ് സ്റ്റാർ. നിങ്ങൾക്കെല്ലാവർക്കും ലിമിറ്റ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്ത യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരം കളയാതെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ ഗൂഗിളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം സെർച്ച് ബട്ടണിൽ നിങ്ങൾ youtube.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മുകളിലായി നിങ്ങൾക്ക് യൂട്യൂബ് എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പേജ് ഒന്ന് റെഡി ആയി കഴിഞ്ഞു. ശേഷം വലത്തെ ഭാഗത്ത് ഏറ്റവും മുകളിൽ അറ്റത്തായി നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ഒന്ന് സൂം ചെയ്തതിന് ശേഷം ഇവിടെ സൂം ചെയ്തതിന് ശേഷം അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോൻ്റെ അറ്റത്തായി നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സ് ടൂൾ കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഈ പേജ് ഒന്ന് സൂം ചെയ്ത് അവിടെ നിങ്ങൾക്കൊരു യുവർ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ രണ്ട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ സീ ഓൾ മൈ ചാനൽ ഓർ ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ ചാനൽ എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ നിലവിലുള്ള മറ്റു ചാനലുകൾ ഇതിൻ്റെ അപ്പുറത്തായി നമുക്ക് കാണാൻ സാധിക്കും. ആ ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏത് ചാനലാണോ വേണ്ടത് ആ ചാനലിൻ്റെ നെയിം ഇവിടെ അടിക്കുക. ഞാൻ തൽക്കാലത്തേക്ക് ലിമിറ്റ് സ്റ്റാർ എന്നടിക്കുന്നു. ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ്. ഇവിടെ നമ്മളെ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള യൂട്യൂബ് ചാനൽ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഗൂഗിൾ തന്നെ തിരഞ്ഞെടുത്ത് അതിൽ സെർച്ച് ബാറിൽ നേരത്തെ സെർച്ച് ചെയ്തതുപോലെ youtube.com എന്ന് സെർച്ച് ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന യൂട്യൂബ് സെലക്ട് ചെയ്യുക. ഇത് എൻ്റെ ഗൂഗിളിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ മുകളിൽ ലൈറ്റ് എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നേരെ ആ പേജിലേക്ക് ഒന്ന് പോയിക്കോളും. ശേഷം ഈ പേജ് ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് സൂം ചെയ്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ വലത്തെ ഭാഗത്ത് മുകളിലായി അറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ തന്നെ അവിടെ സെറ്റിങ്സിൻ്റെ ടൂൾ കാണാൻ സാധിക്കും. അതൊന്ന് വീണ്ടും സെലക്ട് ചെയ്യുക. ആ പേജ് ഒന്ന് ഓപ്പൺ ആയാൽ നിങ്ങൾക്ക് മാനേജേഴ്സ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. മാനേജേഴ്സ് അതിന് തൊട്ടു നേരെയായി
ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ മാനേജ് പെർമിഷൻ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴത്തായി ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് അടിക്കുക. ഞാനിവിടെ എൻ്റെ പാസ്വേഡ് അടിക്കുന്നു. ശേഷം നെക്സ്റ്റ് അടിക്കുക. ശേഷം നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് ആയിരിക്കും തുറന്നു വരിക. നിങ്ങൾ താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് അവിടെ 2 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ആ 2 ഓപ്ഷൻസുകൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം ഇവിടെ താഴെ കാണുന്ന ഡിലീറ്റ് അക്കൗണ്ട് എന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, നമ്മുടെ അക്കൗണ്ട്, ആ ചാനൽ ഇപ്പോൾ ഡിലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ 2 ചാനൽ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത ചാനലുകൾ വേണമെങ്കിൽ വീണ്ടും എടുക്കാം. അതിനാണ് ഇവിടെ കാണുന്ന ഒരു ഡിലീറ്റ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻസ്. അത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ചാനലുകൾ നമ്മൾ ഡിലീറ്റ് ആക്കിയ ചാനലുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതൊന്ന് ഇങ്ങനെ റീകവറി ചെയ്താൽ നമുക്ക് വീണ്ടും ആ ചാനൽ റീസ്റ്റോറായി എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും കൂടുതൽ വിവരങ്ങളുമായി അടുത്തതിൽ കാണാം.